അൽദഫ്ര വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം സമയമായപ്പോൾ ഞാൻ പൂച്ചയുടെ മുടി വെട്ടിക്കാൻ വേണ്ടി ലുലുവിലേക്ക് നീങ്ങി. വൈകിട്ട് 7:30 മണിക്കാണ് ഞാൻ പൂച്ചയുടെ മുടി വെട്ടിക്കാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത്. അൽദഫ്ര മാളിനുള്ളിലെ പെറ്റ് കെയർ എന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത്. യോമുൽ ഇത്തിഹാദ് ആയത് കാരണം ഇവിടുത്തെ എല്ലാ റോഡുകളും വളരെ വർണ്ണാഭരമായി അലങ്കരിച്ചിരിക്കുന്നു. ഇനി ന്യൂ ഇയർ കഴിയുന്നതുവരെ ഇവിടുത്തെ റോഡുകളെല്ലാം ഇതുപോലെ വർണ്ണാഭരമായിരിക്കും. ഈ സമയങ്ങളിലെല്ലാം ഇവിടുത്തെ റോഡുകൾ വളരെ തിരക്ക് കൂടിയ നേരമായിരിക്കും. മാക്സിമം 80 സ്പീഡാണ് ഈ റോഡിൻ്റെ വേഗപരിമിതി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റേഷനും റൈറ്റ് സൈഡിൽ വെജിറ്റബിൾ മാർക്കറ്റുമായതുകൊണ്ട് ഒരു പ്രസിഡൻസ് വേ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കാണ് ഇവിടെ റോഡിൽ മുൻഗണന. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ADCB ബാങ്ക്. ഈ ബാങ്കിൽ 0 ബാലൻസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതുകൊണ്ട് സാധാരണക്കാരൊക്കെ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സിഗ്നലുകളിലൊക്കെ ഏകദേശം നല്ല റഷാണ് അനുഭവപ്പെടുന്നത്. ഡിസംബർ 12 മുതൽ വാഹനങ്ങളുടെ റേസ് ലിവയിൽ നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഇവിടെയെല്ലാം അനുഭവപ്പെടുന്നത്. അറബികളെല്ലാം തന്നെ അവിടെ നേരത്തെ ചെന്ന് അവർക്ക് വേണ്ട സ്ഥലങ്ങളെല്ലാം റെഡിയാക്കി അവിടെ ടെൻറ്റ് നിർമ്മിക്കും. ഈ കാണുന്നതാണ് ബദാർ സാഹിദിലെ അൽദഫ്ര മാൾ. ഈ മാളിൻ്റെ ഉള്ളിലെ ഒരു ഷോപ്പിലാണ് ഞാൻ പൂച്ചയ്ക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത്. എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടാണ് അവിടെ ഞാൻ എത്തുന്നത്. 7:30 മണി വരെയാണ് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഫിലിപ്പീനി പയ്യൻ്റെ ജോലി സമയം. അത് കഴിഞ്ഞാൽ അവൻ റൂമിലേക്ക് പോകും. ഞാൻ അവിടെ എത്തുമ്പോൾ 7:20 ആയിരുന്നു. മോളിൻ്റെ ഉള്ളിലെ പാർക്കിങ്ങിൽ ഞാൻ വണ്ടി പാർക്കിംഗ് ചെയ്തു. പാർക്കിംഗ് ഒക്കെ വളരെ കാലിയായി കിടക്കുന്നു. തണുപ്പ് കാരണമാവാം, ആളുകൾ വളരെ കുറവാണ്. 3ാമത്തെ ഡോറിൽ താഴെ തന്നെയാണ് അവരുടെ ഷോപ്പുള്ളത്. പെറ്റ് കെയർ എന്നാണ് ആ ഷോപ്പിൻ്റെ നെയിം. ഞാൻ അങ്ങനെ ആ ഷോപ്പ് ലക്ഷ്യം വെച്ച് നീങ്ങി. ഇവിടെ എല്ലാ അനിമൽസിനുമുള്ള തീറ്റകളൊക്കെ ഉണ്ടാവാറുണ്ട്. പൊതുവെ എല്ലായിടത്തും അനിമൽസിനുള്ള തീറ്റകളൊക്കെ വളരെ വില കൂടുതലാണ്. ഞാൻ എൻ്റെ പൂച്ചയെ അവരെ ഏൽപ്പിച്ചു കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അവർ എന്നോട് പറഞ്ഞു. ഇതെല്ലാം അനിമൽസിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിൽപ്പനക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളും ഭക്ഷണങ്ങളുമാണ്. ഒരുപാട് അലങ്കാര പക്ഷികളെ അവിടെ വിൽപ്പനക്കായി വെച്ചിട്ടുണ്ട്. മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒരുപാട് നല്ല വർണ്ണാഭരമായ മത്സ്യങ്ങളും അവിടെ വിൽപ്പനക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ എൻ്റെ പൂച്ചയുടെ മുടിവെട്ടുന്നത് കാണുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് പ്രവേശിച്ചു. പ്രൊഫഷണലായ ഒരു ഫിലിപ്പീനി പയ്യനാണ് ഇതിൻ്റെ എല്ലാം വർക്കുകൾ ചെയ്യുന്നത്. അരമണിക്കൂർ ഇനിയും കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോഴാണ് അവിടെ ഒരു വാഹനം പ്രമോഷന് വേണ്ടി തയ്യാറായി കൊണ്ടിരിക്കുന്നത്. അൽദഫ്ര മാളിനുള്ളിലെ ഏത് ഷോപ്പിൽ നിന്നും 200 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്താൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ നമുക്ക് ലഭിക്കും. ആ സ്ക്രാച്ച് ആൻഡ് വിന്നിൽ തന്നെ അപ്പോൾ തന്നെ ലൈവായി അവിടുത്തെ വിജയികളെ കണ്ടെത്തും. ഈ കാണുന്ന ഷോപ്പുകളിൽ നിന്നെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഞാനും 600 രൂപയുടെ മുകളിൽ ഞാൻ പർച്ചേസ് നടത്തി. എനിക്കും കിട്ടി 3 കൂപ്പൺ. ഈ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഈ കാറും ഐഫോണുകളും മറ്റു വില കൂടിയ സമ്മാനങ്ങളും നമുക്ക് സ്വന്തമാക്കാം. പക്ഷേ ഈ പ്രാവശ്യവും ഭാഗ്യത്തിൻ്റെ ദേവത നമ്മെ കൈവിട്ടു. സമയം നോക്കിയപ്പോൾ ഇശാ നമസ്കാരത്തിൻ്റെ സമയം. എത്രയും പെട്ടെന്ന് നമസ്കരിച്ചു പൂച്ചയും വാങ്ങി ഞാൻ എൻ്റെ വീട്ടിലേക്ക് നീങ്ങി.